ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഡെയിലി ടെയിൽസ് ബൈ കീർത്തി. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫൺ ഫീൽഡ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ സാധാരണ ഒരുപാട് മേക്കപ്പ് വീഡിയോസൊക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇന്നത്തേത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇന്ന് ഞാനല്ല എന്നെ മേക്കപ്പ് ചെയ്യുന്നത്, പകരം വേറൊരാളാണ് എന്നെ മേക്കപ്പ് ചെയ്യുന്നത്. അയാൾ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാമാണ്, അഥവാ ഞങ്ങളൊക്കെ ഫാഷൻ അഡ്വൈസൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. ഫാഷനിസ്റ്റ ഓഫ് അവർ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ അയാളെ വിളിക്കട്ടെ. ആർ യു റെഡി ഗൈസ്? ഓക്കെ, സോ ഞാൻ വിളിക്കാൻ പോവാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ നൈനിക. ഇതാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നൈനിക, ഓൾസോ നോൺ ആസ് നന്നു. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്. പുള്ളിക്കാരി ഭയങ്കര ഫാഷൻ സെൻസ് ഉള്ള ഒരാളാണ്. ഞങ്ങളൊക്കെ പലപ്പോഴും നന്നു ഇതിൻ്റെ കൂടെ മാച്ച് ആകുമോ, ഈ ഇയറിങ്സ് ഇതിൻ്റെ കൂടെ ഇടണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇളയമ്മ ഇത് ചെയ്തേക്കുന്നത് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അഡ്വൈസ് തരുന്ന ആളാണിത്. സോ ഇന്ന് നന്നു ഒരുക്കുന്ന എന്നെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, സോ വീഡിയോയിലേക്ക് പോവാം. ഇളയമ്മേനെ ഒരുക്കുന്നതിൽ നൈനിക ഹാപ്പി ആണോ? അപ്പം നൈനികയ്ക്ക് എന്താ പറയാനുള്ളത്? ഇടയ്ക്ക് കയറി വന്ന എന്തിനാ? നൈനികയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാം. നൈനികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേക്കപ്പ് പ്രോഡക്റ്റ് ഏതാണ്? ലിപ്സ്റ്റിക്. വളരെ യങ് ഏജ് മുതലേ നന്നു യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ലിപ്സ്റ്റിക്ക്. നമുക്ക് എല്ലാവർക്കും പേടി വരുന്ന തരത്തിൽ വരെ അവൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഫുൾ ടൈം യൂസ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ആൾ കുറച്ചിട്ടുണ്ട്. ഈവൻസിനൊക്കെ വേണ്ടി മാത്രം, പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് പുള്ളിക്കാരി യൂസ് ചെയ്യുന്നത്. പക്ഷെ പണ്ട് എപ്പോഴും അതൊരു ക്രേസ് ആയിരുന്നു, ഒബ്സഷൻ ആയിരുന്നു. ലിപ്സ്റ്റിക്ക് എപ്പോഴും ഇടുന്ന ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നൈനികയ്ക്ക് ഇളയമ്മേനെ കുറിച്ച് വല്ലതും പറയണോ? താങ്ക്സ്. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാം. അപ്പം നന്നുവിന് കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ. ഓക്കെ, സ്റ്റാർട്ട്. ആദ്യം എന്തോ യൂസ് ചെയ്യുന്നത്? ഫൗണ്ടേഷൻ. കേൾക്കുന്നില്ല. ഫൗണ്ടേഷൻ. ഓക്കെ. ഇനി നമുക്കിത് നല്ലപോലെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നുവിന് മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണോ? നന്നുവിന് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമാണോ? അതാണോ ഇഷ്ടം? മേക്കപ്പ് സ്വന്തമായിട്ട് ഇടുന്നതാണോ ഇഷ്ടം? ഏതാ? ഓക്കെ ഗൈസ്, അപ്പം നമ്മളിത് നല്ലപോലെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടവും ഒരേപോലെ ആയോ? എനിക്ക് കണ്ണാടിയില്ല. ഞാൻ കംപ്ലീറ്റ്ലി നന്നുവിനെ വിശ്വസിച്ചിരിക്കുന്ന ഒരു പേഴ്സണാണ്. ഇതിൽ വരുന്ന കോസ് ആൻഡ് എഫക്ട്സ് എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എഴുതി കൊടുക്കുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നുമില്ല. പിന്നെ നന്നു ഐലൈനർ എഴുതിയൊന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കേ, അപ്പോൾ നമ്മൾ ഐലൈനർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബ്ലഷിലോട്ട് കിടക്കാം. നമ്മൾ ലിപ് ബാം ഇടും. അപ്പോൾ നമ്മൾ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അടുത്ത് നമുക്ക് ലിപ്സ്റ്റിക്കിലോട്ട് മൂവ് ചെയ്യാം. അപ്പം എങ്ങനെയാ നന്നു ഇത് പഠിച്ചത്? എങ്ങനെയാ, അല്ലെങ്കിൽ ഇതിലോട്ട് ഇൻട്രസ്റ്റ് വന്നത് എങ്ങനെയാ? അത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടാ. ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ഇടുന്നത്. ഓക്കെ, സ്പ്രെഡ് ആക്കും. ആർട്ടിസ്റ്റ് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ചെയ്തോ? എങ്ങനെയാ?
ഓക്കെ, അപ്പോൾ ലിപ്പ് ഒക്കെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഒക്കെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഓക്കെ ഇളയമേനയ്ക്ക് മുഖം കാണിച്ചു കൊടുക്കാം. തീർന്നോ? യെസ്. മേക്കപ്പ് കംപ്ലീറ്റ് ആയോ? ആ, ഹെയർ ഒന്നും ഇല്ല. ഇത് സിമ്പിൾ ഒരു എൻ്റെ ഡ്രസ്സ് ഒരു ടീഷർട്ടും ജസ്റ്റ് ഒരു ജീൻസും ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു വെളിയിൽ പോകാനോ അല്ലെങ്കിൽ അതിന് സ്യൂട്ടായിട്ടുള്ള ഏതൊരു മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. ക്യാമറ ഫോണിൽ കൂടെ എനിക്ക് ഏകദേശം എന്തൊക്കെയോ കാണാം, പക്ഷെ ഒരു ക്ലോസപ്പ് ഇമേജ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു കണ്ണാടി എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നന്നുവിൻ്റെ ഞാൻ നോക്കുന്നതിന് മുന്നേ നന്നുവിൻ്റെ ഒരു അഭിപ്രായം എന്തോ എൻ്റെ ഈ മേക്കപ്പ് ഇട്ടതിൽ? സാറ്റിസ്ഫൈഡ് ആണോ? ഇഷ്ടപ്പെട്ടോ? യെസ്. ഏത് ഏരിയ കൂടുതൽ ഇഷ്ടപ്പെട്ടു? എന്ത് ചെയ്തതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കണ്ണ്. അപ്പോൾ എൻ്റെ മുഖത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തുവാ ചെയ്തതെന്നുള്ളത് നന്നു ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരും. സ്കിൻ ഓൾറെഡി പ്രപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം ഇട്ട് ഞാൻ പ്രപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ കാക്ക, പൂച്ച, കുരുവി, തത്ത എന്ന് വേണ്ട സകലമാന ജീവജാലങ്ങളും നമ്മളുടെ അടുത്ത് വന്നു നിന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത്രയും ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയം തോന്നിയാണ്. എനിവേസ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി സ്കിൻ പ്രപ്പ് ചെയ്തു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിരുന്നു, ഞാനത് തുടച്ചു മാറ്റിയായിരുന്നു. ആൻഡ് ബാക്കി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നന്നു പറഞ്ഞുതരും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഐ മേക്കപ്പ് ഇട്ട്, പിന്നെ നമ്മൾ 2 ചെറിയ വിങ്സ് ഇട്ട് കൊടുത്തു. പിന്നെ ആണെങ്കിൽ നല്ല രസമായിട്ടൊരു ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു, നല്ലതാണ്. പിന്നെ ആണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ടു. അപ്പോൾ ഇത്രയും വെച്ചിട്ടുള്ള ഒരു മിനിമൽ മേക്കപ്പ് ലുക്കാണ് നന്നു എനിക്ക് വേണ്ടി പ്രിഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റിനും അല്ലെങ്കിൽ ഇന്നത്തെ സംഭവത്തിനും വേണ്ടിയിട്ട് മാച്ച് ആവുന്ന ഒരു നമ്മൾ ഒരു മാരേജ് ഫംഗ്ഷനൊന്നും പോവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കഴിവ് തെളിയിക്കാമായിരുന്നു. അതായത് ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്ത് എന്നോട് ഇപ്പോഴേ ചോദിച്ചു ഐ ഷാഡോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ഒരു മിനിമൽ മേക്കപ്പ് ലുക്കാണ് എനിക്കിപ്പോൾ നന്നു ചെയ്തു തന്നേക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് നേരിട്ട ഒരു കണ്ണാടിയുടെ സഹായത്തോടു കൂടി ഞാനൊന്ന് നോക്കിക്കോട്ടെ. അടിപൊളിയായിട്ടുണ്ടല്ലേ? നിങ്ങൾ ഈ നന്നുവിന് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 8 വയസ്സ്. 8 വയസ്സുള്ള ആൾ ചെയ്തേക്കുന്ന ഐ മേക്കപ്പ് കണ്ടോ ഗൈസ്? ഇവിടെ ഇച്ചിരി ഫ്ലോപ്പായി പോയി, അത് സാരമില്ല. അവിടെ ഇച്ചിരി എനിക്ക് ചുളി ഉണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൊച്ച് നല്ല അടിപൊളിയായിട്ട് ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി അതെൻ്റെ ഇച്ചിരി ഹൂഡഡ് ഐസാണ്, എസ്പെഷ്യലി ഈ ഐസ്. അപ്പം അതുകൊണ്ട് കൊച്ചിനത് കഴിവ്. അതുകൊണ്ടല്ലേ? തനിയാണോ മേക്കപ്പ് ചെയ്യാറ്? അമ്മയൊന്നും എത്ര നാളായിട്ട് ഇങ്ങനെ തനിയെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്? എത്ര വയസ്സ് മുതൽ? കണ്ണെഴുതി തുടങ്ങിയത് ഒരു 6 വയസ്സൊക്കെ തൊട്ട്. അല്ലാതെ ലിപ്സ്റ്റിക് ഒക്കെ സ്വന്തമായിട്ടല്ലേ പണ്ടേ ചെയ്യുന്നത്? അവർ അമ്മയൊന്നും ലിപ്സ്റ്റിക് ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അപ്പം സ്വന്തമായിട്ട് മോഷ്ടിച്ചൊക്കെ ആയിരുന്നു ആദ്യം ഇട്ടുകൊണ്ടിരുന്നത്, പിന്നെയാണ് അലൗഡ് ആയത്. അപ്പം 6 വയസ്സ് മുതലാണ് കണ്ണെഴുതി തുടങ്ങിയത്. ആ കണ്ണിൻ്റെ ഷാർപ്നെസ് ഒക്കെ കണ്ടോ? അതാണ് കൊച്ച്. അപ്പം എൻ്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വയസ്സിൽ നിന്ന് ഇത്രയുമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ വയസ്സിലും ഞാൻ ചെയ്യുന്ന പോലെയാണ് പുള്ളിക്കാരി ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും നന്നുവിൻ്റെ ഈ മേക്കപ്പ് ഇട്ട രീതികളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്ലീസ് ഡു കമൻറ്റ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. നന്നുവായിട്ട് ഇനിയും ഞാൻ വരാം. ടിൽ ദെൻ ബൈ.